ഇന്നത്തെ പരിപാടി എന്തെന്നോ ഡേ ഇൻ അവർ ലൈഫ് എന്നിട്ട് എന്നോട് ചോദിക്കണേ. ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ഒരു വ്ളോഗ് എടുക്കണം ഗൈസ്. അതെ, നല്ല ഗ്യാപ്പ് ഒന്നുമില്ലേ പറഞ്ഞു. ഒരുപാട് ഗ്യാപ്പ്. മോൾക്ക് കാലത്ത് തന്നെ അമൃതം പൊടിയാണ് കൊടുക്കല്. അമൃതം പൊടി വെച്ചാൽ അവൾക്ക് പിന്നെയും ഒരു ഇഷ്ടം ഇതാണ്. എവിടെ ഫുഡ്? എവിടെ ഫുഡ്? നമ്മ പുട്ടും ചെറുപയറുണ്ടാക്കി. സാധനങ്ങൾ ഇതേ ചെറുപയറാക്കി വെച്ചിട്ടുണ്ട്. ആക്കി വെച്ചിട്ടുണ്ടല്ല, വെള്ളത്തിലാക്കിണ്ട്. വെള്ളത്തിൽ ആരാക്കി വെച്ചേ? ഞാനാട്ട ചെയ്തത്, മറന്നു പോയി ഇന്നലെ. അപ്പൊ ഇതിന് സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞ് തരണം. ഉള്ളിയൊക്കെ ഞങ്ങള് വേപ്പില ഓട്ടിക്കാൻ പോണു. നിങ്ങള് പോവാ? ഞങ്ങള് വേപ്പില ഓട്ടിച്ചിട്ട് ഇടാം. ബാബാ പുട്ടുപൊടി പുട്ടുപൊടി സത്യം പറഞ്ഞാ നോക്കിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പുട്ട് ഉണ്ടാക്കുന്നു. എന്തെങ്കിലും പുട്ട വെച്ചാൽ ഗോതമ്പ് പുട്ട് അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇന്ന് ഞങ്ങള് മാത്രമുള്ള ഇവിടെ വീട്ടില്. ഉപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ പോയി. പിന്നെ തസ്മിത്ത ഡെലിവറിക്ക് വേണ്ടി പോയി. പിന്നെ അപ്പൊ ഉച്ചക്ക് എന്താ പരിപാടി? ഉച്ചക്ക് നമ്മ മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കണേ അല്ലേ? റീൽസ് ഇട്ട് മന്തി. ഒരു സിമ്പിൾ മന്തി എത്രത്തോളം റെഡിയാന്ന് അറിയില്ല. റെഡിയാവാണെങ്കിൽ ഞാൻ കഴിക്കും. ഹലോ, ഹായ്, ഫുഡ് കഴിച്ചാ? നീനോ? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ? അടിപൊളിയായിട്ട് ചെറുപയറുണ്ടാക്കാം. അൽബു ഇവിടെ അൽബു കളിക്കുന്നുണ്ട്. അൽബുവിന് കുക്കും കുച്ചാൻ നല്ല മടിയുണ്ട് അല്ലേ അൽബു? നല്ല മഴ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് മന്തി കഴിക്കാൻ ചിക്കൻ മേടിക്കണ്ടേ? ഞാൻ താടി മുടിയൊക്കെ ഒന്ന് വെട്ടണം. അപ്പൊ വാങ്ങിട്ട് വരാം. അപ്പൊ മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്നിട്ട് വേറെ എല്ലാം ഇല്ല ഇവിടെ. പിന്നെ മറ്റേ ചിക്കൻ മന്തിക്ക് ചിക്കൻ വേണം. ആണോ? മറ്റേ മാഗി ക്യൂബ് വേണം. പിന്നെ ചെറുനാരങ്ങ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മുടെ പുട്ടും ചെറുപയറും റെഡി. അടിക്ക് നോക്കണ അൽബുവിടെ അടിയിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ചെറുപയർ നമ്മതേ ഫുഡ് കഴിക്കാതിരിക്കണം. അൽബു ഇവിടെ ഡോറിന്റെ അവിടെ വന്നിട്ടാ കളിക്കണം. അപ്പൊ നമ്മ ഇവിടെ ഫുഡ് കഴിക്കാതിരിക്കണം. അപ്പൊ അതേ പുട്ടും ചെറുപയറും കഴിക്കടോ. ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ. ബീബിയുടെ കൂടെ പോവാൻ എന്നാ പൊക്ക ഒരു റൗണ്ട് അടിച്ചിട്ടാ. ബീബി ഇതേ മുടി വെട്ടാനും ബാങ്കിക്കൊക്കെ ആയിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒരു പണിയൊന്നും നടക്കില്ല. ഒറ്റയ്ക്ക് ഉണ്ണിനെ നോക്കാണ്ട് ഇവളാണെങ്കിൽ ഉറങ്ങണമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവളെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി ഉറക്കാം. അപ്പോഴത്തേനും ബീബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ മന്തിയുടെ പണി നോക്കാമല്ലോ. മന്തിയുടെ പണിയില്ലേ അലമോളെ? അലമോൾക്ക് വേണം മന്തി? വേണോ? തരില്ല. അപ്പം അൽബുവിൻ്റെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഇങ്ങനെ അൽബുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പം അലമോളത് സുന്ദരി പെണ്ണായ, സുന്ദരി പെണ്ണായ, സുന്ദരി പെണ്ണായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഉറക്കണില്ല. ബീബി വന്നിട്ട് ഉറക്കി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫുഡ് ഉണ്ടാക്കാതിരിക്കാമല്ലോ. എന്തൊത്ത് പറയണേ? ഇട്ടാണോ ചോദിച്ചേ? കുട്ടീനെ ഇട്ടാണോ എല്ലാവർക്കും? ബീബി വന്നു, കുളി കഴിഞ്ഞു, മുടിയൊക്കെ വെട്ടി. എന്നിട്ട് നമ്മതേ ചിക്കൻ കഴിക്കുക. ചിക്കൻ ഒരു ഫുൾ ചിക്കന് വാങ്ങിയത് മന്തിക്ക്. അപ്പൊ ഞാൻ അതിൽ കട്ടിങ്ങും അല്ല ഞങ്ങൾ രണ്ടാളുള്ളൂ. അപ്പൊ പകുതി വേണ്ടല്ലോ അത്രേ.
പകുതി ഉണ്ടാക്കിയ പുട്ടും തരി ചെറുപയറും ബാക്കി. ബാക്കിയില്ലേ? ഇത്തിരിയല്ലേ ബാക്കി? ഇത്തിരി ഉള്ളൂ. കറക്റ്റാണ് എന്റെ അപ്പൊ അളവ്. എന്തായാലും ഫുഡ് ഉണ്ടാക്കി വരുമ്പോ നേരം വൈകും. അപ്പൊ വേണമെങ്കിൽ കഴിച്ചു. കാലത്ത് നമ്മ 11 മണിയല്ലേ ഞാൻ 11 മണി കഴിച്ചപ്പോ അതിന്റെ ഇറ്റായി ഉണ്ടായിരുന്നു എനിക്കാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 2 മണി. 2 മണി. ഇനിയിപ്പോ 2 മണി ഉച്ചക്ക് 4 മണിക്ക്. എനിക്ക് അവിടുത്തെ പരിപാടിയാണ്. മുഴുവൻ കഴിഞ്ഞ് പിന്നെ ബാങ്കിൽ പോയി. അതെ, കൊറേ ടൈം എടുത്ത് വരാനായിട്ട്. ഞാൻ ഇപ്പൊ പോയി വിടുന്നു. അപ്പഴും പറയാം 11:30. എന്തായാലും മുഴുവായിട്ട് ബാങ്കിൽ പോയി വരുമ്പോ സ്പീഡിലൊന്നല്ല വന്ന ടൈം പിന്നെ ചിക്കൻ വാങ്ങിയില്ലേ എന്നിടെ പോയിട്ട്? മുടി വെട്ടാൻ ടൈം എടുത്തല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്. പിന്നെ കാലത്ത് ഭയങ്കര റഷായിരുന്നു. സാധനങ്ങളില്ല, ചുക്കും ചുക്കും അങ്ങനൊക്കെ ആയി. പിന്നെന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാപ്സിക്കരിയാൻ പോണ്. ഇതെവിടെ വെക്കണ്ടേ? അവിടെ വെച്ച ക്യാപ്സിക്കം നല്ലൊരു സാധനല്ലേ? നല്ലൊരു സാധനല്ലേ? എനിക്ക് ചെവി കേൾക്കുന്നില്ലേ? ചെവിയിൽ വെള്ളം പോയി തോന്നുന്നു. മയോ ഉണ്ടാക്കണം. പിന്നെന്താ ചെയ്യണ്ടത്? എന്തായാലും ഇന്ന് രാത്രിയാണ് ഞങ്ങൾ മന്തി കഴിക്കാൻ പോണത്. അതെ, രാത്രിക്കത്തെ ലാഭമായില്ലേ പണി. അതെ, അപ്പൊ അങ്ങനെ ചെയ്താ മതി. ഉച്ചക്ക് എണീക്കുക. അപ്പൊ ഉച്ചക്ക് ഉച്ചക്ക് എണീക്ക്. രാവിലെ എണീറ്റ് രാവിലെ എനിക്ക് എന്തായിരുന്നു? രാവിലെ ഇന്ന് അൽബു സെറ്റ് ആയിരുന്നില്ല. അപ്പൊ കുറച്ച് വാശി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നമ്മ എന്തെങ്കിലും എടുക്കാന്നൊക്കെ വിചാരിക്കുന്ന ദിവസം കുട്ടികൾ അങ്ങനെ ഇരിക്കും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താ. അല്ല, അങ്ങനെ ഞാൻ കേട്ടേക്കുന്നത്. ആൾക്കാര് തുടങ്ങി. ആൾക്കാര് എന്ത് ചെയ്തു? പിന്നെ എന്നെ അടിക്കണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ തട്ടി പോവുക. പിന്നെന്താ മോനെ എന്തേലും പറയും. വേറെന്താ? സുഖല്ല നിനക്ക്? ഭയങ്കര സുഖത്തില ഞാൻ. പിന്നെ നമുക്കെന്താ വ്ളോഗൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നല്ല, കുഴപ്പമില്ലാണ്ട് ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഇങ്ങനെ ടൈം വ്ളോഗിന് ഇവിടെ ടൈം കിട്ടിയ വ്ളോഗ് എടുക്കാൻ ടൈമൊന്നും ഇല്ല. വേണമെന്ന് വെച്ചാ ഉണ്ടായേനെ. സാഹചര്യം പറയും. എന്നാ അങ്ങനെയല്ലേ രാത്രി കിടന്നുറങ്ങാണ്ട് അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അതന്നെ അങ്ങനെ പറയും. ക്യാപ്സിക്കം റെഡി. സത്യത്തിൽ ഇത് നല്ലൊരു സിമ്പിൾ മന്തിയാന്ന് എനിക്ക് തോന്നണേ. കാരണം ക്യാപ്സിക്കം മാത്രം അരിയേണ്ടത്. അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. മതി അരി കഴുകി കളർ വൈറ്റ് നല്ല ക്ലിയർ വെള്ളമാണ്. അതുവരെ കഴുകണം. അത്ര ക്ലിയർ അല്ല, എന്നാലും കുറച്ച്. ഇത് കഞ്ഞളം പോലെ ഉണ്ട്. എന്റെ മനസ്സിലല്ല അഴുക്ക്. നീനോ അതെന്താ? രണ്ടാളെ കൂടി കഴുകുക. കുറച്ചരി ഇട്ടിട്ട് എന്നാലേ അറിയില്ല. കണ്ടു പറഞ്ഞു. ഓക്കെ, ഇത് ഇത്ര മതി. വെറുതെ ഷോണിട്ടാ. ഞാൻ കൊറേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എവിടെ? ഗൈസ്, എന്റെ മോന് ഭംഗിയായ മുടി വെട്ടി വന്നപ്പോ. ഭംഗിയായില്ലേ മുടിയൊക്കെ കിട്ടിയപ്പോ? അപ്പൊ ഞങ്ങള് ചിക്കൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റൈസിന്റെ പണികൾ. അത് വെള്ളം വറ്റിച്ചോ? വെള്ളം കളഞ്ഞിട്ട് ഇട്ടോ പോരാ? എന്റെ മോന്റെ ബുദ്ധി റോക്കറ്റാ. ഓയിലെവിടെ? ഓയില് ഇപ്പൊ വരും. വിളിച്ചു നോക്ക്. ഓയിലേ നീല വിളിക്കാൻ പറഞ്ഞു. നൈസായിട്ട് കഴിയുന്നു. അപ്പൊ ഗൈസ്, ഇതില് റൈസ്, ഇതില് ചിക്കൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സലാഡ്. പിന്നെ സലാഡ് ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങള് സലാഡ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. സലാഡിന് എന്തൊക്കെ ഇത് വേണ്ടേ? പഴയ ഒരു മാങ്ങ ഫ്രിഡ്ജിൽ നിന്നിട്ട് കേടായി. പൂച്ചക്ക് കൊടുത്തോ? പൂച്ചക്ക് ഫ്രൂട്ട്സ്. ശരി, പൂച്ച ഫ്രൂട്ട്സ് കഴിക്കില്ല. മിഞ്ഞാന്ന് ഫ്രൂട്ട് സലാഡ് കഴിക്കണ്ടായി ഉമ്മർത്തിരുന്നിട്ട്.
പൂച്ചക്ക് എന്തോ ഫ്രൂട്ട്സ് കഴിച്ചാലേ ചത്തുവോ? എനിക്കറിയില്ല നീനു. ഉള്ള ഓരോ ഡൗട്ടുകൾ ഇങ്ങനത്തെ ഓരോ ഡൗട്ടുകളാ. കൊതുകിന് എന്താ പനി വരാത്ത ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ. കൊതുകിന്നല്ല ഡെങ്കിപ്പനി വരുന്നപ്പോ എന്താ കൊതുകിന് ഡെങ്കി വരാത്തെന്ന് ചോദിക്കും. ഗൈസ് എല്ലാവരും ഞങ്ങൾ മന്തി കഴിക്കാൻ ക്ഷണിക്കട്ടാ. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരുന്ന ദിവസം വീട്ടില് കഞ്ഞിയും പയറായിരിക്കും. ഇന്ന് വരാണെങ്കിൽ തരാം. ഇപ്പൊ വീഡിയോ എടുക്കണെങ്കിൽ ഇപ്പൊ ഇന്നെന്താണ് മൺഡേയോ സൺഡേ എന്തോ ഒരു ദിവസം. ഗൈസ് എന്തോ ഒരു സുഖമില്ല. എനിക്ക് ഇങ്ങനെ വെയില് വന്നാലേ എനിക്ക് സന്തോഷം. എന്താ പറയാ, ചൂട് വെയില് ഇതൊക്കെ ഇവൾക്ക് ഇഷ്ടം. ഇങ്ങനെ ആകാശം ഇങ്ങനെ മൂടി കെട്ടിക്കണ ഇഷ്ടല്ല. മൂടി കെട്ടിയല്ല, ഇങ്ങനെ എന്താ പറയാ, നല്ല ബ്രൈറ്റ് ആയിരിക്കുമ്പോ ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും. പിന്നെ പക്ഷെ എന്നിട്ട് ആ ഇതില് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാ നടക്കാം. എനിക്ക് കണ്ണൊന്നും കാണില്ല, തലവേദന ഒക്കെ എടുക്കും. അതെന്താ പറയാ, ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് വെയിലത്ത് ഇറങ്ങുമ്പോ എനിക്ക് തലവേദന ഒക്കെ എടുക്കും. ആകെ മൊത്തം പ്രശ്ന. ഗൈസ് ഞാൻ വയസ്സായി തോന്നുന്നുണ്ടല്ലേ. ഈ ചോറ് ഇപ്പൊ ഞാൻ എന്തിനാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് കൂടുമ്പോ നോക്കണെന്ന് എനിക്കെല്ലാം അറിയില്ല. പക്ഷെ നോക്കുമ്പോ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. ഒരു അരി കൊണ്ട് എന്തറിയാനാ. എന്നാ വാ 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 കാക്കി കേട്ടു. ആയില്ലേ 75 ഒക്കെ. ഇത്തിരി കൂടി ആവട്ടെ അല്ലേ? പോളുണ്ടോ അറിയില്ല കേട്ടോ. എൻ്റെ മോനാണ് ഗൈസ് മെയിൻ ഷെഫ്. അവർക്കറിയാം. എന്നാ ഞാൻ ചെറുപയറുണ്ടാക്കിയെന്നില്ലേടോ, പക്ഷെ ഇഷ്ടായില്ല തോന്നണല്ലേ. എന്റെ കയ്യുണ്ട്. അതൊരു ചൂടുവെള്ളം ഒഴിച്ചത് നോട്ടൊക്കെ. ചൂടുവെള്ള രാത്രി വെള്ളത്തിലിട്ടത് ഞാന്. വന്നിട്ട് കുക്കറിലിട്ടിട്ട് അതില് ഉപ്പ് ഇട്ടത് ഞാന്, അതില് ഉള്ളി ഇട്ടത്, വേപ്പിലിട്ടത്, പിന്നെന്തുട്ടാ പിന്നെന്തുട്ടാ ഉള്ളി തൊലി കളഞ്ഞത് ഞാന്. തൊള്ളയില് പൊത്തി പിടിച്ചതല്ലേ. പിന്നെന്തുട്ടാ ഉള്ളി തൊലി കളഞ്ഞത്, വെളുത്തുള്ളി തൊലി കളഞ്ഞത്, അത് അരിഞ്ഞു വെച്ചതൊക്കെ ഞാന്. നീ എന്തൊരു എല്ലാം കൂടി അങ്ങനെ ഇട്ടതാ. ഞാൻ കാച്ചല്ലാണ് ഒരു കറിയുടെ സോൾ ഇരിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെ തിന്ന് ലാസ്റ്റ് ചോറുണ്ടാവില്ല. അങ്ങനെ ഓരോ തിന്നിട്ട് ചോറ് തീർത്തു കുഴപ്പമില്ല. എന്താ മോനെ, അതെ ഇങ്ങനെ വെക്കുന്നതൊക്കെ കഴുകിയുണ്ടോ? ഞാൻ അരിഞ്ഞുതരാം. ഇതായാലും കൂടെ മിക്സ് ചെയ്തു. ഗൈസ് ഒന്നേണീറ്റ് ഞങ്ങളൊരു പുതിയ കുക്കർ വാങ്ങിച്ചു. ആരെ പറഞ്ഞ കുക്കർ വാങ്ങാൻ? ഞാൻ പറഞ്ഞു ആ കുക്കറാണ് അടിപൊളി കുക്കർ. പുതിയ കുക്കർ അല്ലെങ്കിൽ അല്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളവരെ പഴയതായിരുന്നു. പുതിയ വാങ്ങിയപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചപ്പോ അത് സെറ്റ്. ഇപ്പൊ ഒരു വിസിലൊക്കെ ചിക്കൻ ഇങ്ങനെ വെന്തൂന്നാ പറയണ. നോക്കട്ടെ. കണ്ടോ, കുക്കർ രക്ഷയില്ല. കുക്കറിന്റെ അല്ലാണ്ട് എനിക്ക് ഒരു പങ്കുമില്ല. അല്ലെങ്കിൽ ശരിട്ടാ, കുക്കറല്ലേ വിസിലടിച്ച നീ? ഞാൻ എവിടെ നിന്ന് വിസിലടിച്ച എന്റെ പേരിലാക്കോ നീ? ചിക്കനെ കുക്കർ പോയിട്ട് ചിക്കൻ വാങ്ങിണ്ടെന്ന് ആദ്യം, എന്നിട്ട് അത് കഴുകി, എന്നിട്ട് അതന്നെ മസാല തേച്ച് അതന്നെ അതിലേക്ക് ചാടി. ഓക്കെ, ഞാൻ അതല്ലേ പറഞ്ഞ വേവിന്റെ കാര്യം പറഞ്ഞതാ. അപ്പൊ പിന്നെ ഗ്യാസിന്റെ പേര് കൂടി പറയാം. ഗ്യാസ് ക്രെഡിറ്റ്. എന്റെ മോന് ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചു, ഗ്യാസ് കുറ്റി വാങ്ങിച്ചു. മതിയാ? മതി മതി മതി. താങ്ക് യു താങ്ക് യു. ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിക്കത്. വെറുതെ അരിയല് മാത്രമല്ല. അത് ഊറ്റിട്ട് എവിടെയാ ഇട്? എവിടെ ഇടണ്ടേ? പുറത്തേക്ക് ഇട്ടോ? ഒന്നില്ല, മന്തി സെറ്റാണ്. സെറ്റ് മോളാ. കണ്ട, ഈ റെസിപ്പി തന്നെ ഞാനാണ് കൊണ്ടുവന്നത്. ഞാൻ കണ്ടപ്പോ എനിക്ക് ഓക്കെ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു.
ആരെ കാണിച്ചെന്ന് കാണിച്ചെന്ന് നീ തന്നെ. ഇവിടെ നോക്കി പേടിപ്പിക്കരുത്, ചോറ് കുറവാന്ന് പറഞ്ഞിട്ട്. ചോറ് കുറവൊന്നുമില്ല, കറക്റ്റ് ആണ്. കണ്ട ഇന്ന് ഞാൻ ഫുള്ള് കറ കറക്റ്റ് ചെക്കറ് കറക്റ്റ് കറ കറക്റ്റ്. അതന്നെ ശരി, അതന്നെ ശരി. മോളെ പിടിക്ക ചിക്കൻ എന്തേ തകയില്ല? തകി ഇപ്പോഴേക്കുള്ള തകി. എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൈപ്പ്. ആ കോഴികൾക്ക് പിന്നെ കോഴികൾ ഇഷ്ടപ്പെടില്ല. അയ്യേ, ഇന്ന് ബീബിക്ക് ഇഷ്ടമുള്ള ഫുഡുകളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് പുട്ടും ചെറുപയറും ബീബിയുടെ ഫേവറേറ്റ് ആണ്. ഇവള് കഴിച്ചില്ല, ഇഷ്ടമില്ലാത്ത കാരണം. ഇനി ഇത് എനിക്ക് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം കഴിക്കേ ഇല്ല. ഞാൻ കഴിച്ചു, ഞാൻ പറഞ്ഞത് ബീബിക്ക് ഒന്നുകൂടി ഇഷ്ടാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് പറയാൻ ഉണ്ടാക്കിയത്. ഇന്ന് രാത്രി സാൻഡ്വിച്ചും. എനിക്ക് സാൻഡ്വിച്ച് എന്റെ ഇഷ്ടം. സാൻഡ്വിച്ച് രാത്രി ഉണ്ടാക്കിയെന്നില്ലേ? അപ്പൊ അത് ആരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞതോ സമ്മതിക്കൂല. അപ്പൊ നീ രാത്രി നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ പറയാ, ഞാൻ ഉണ്ടാക്കാം. സാൻഡ്വിച്ച് മതി. അത് എനിക്ക് മടുത്തത്. എനിക്ക് മന്തി ഇഷ്ടമില്ലായിക്കൊന്നുമില്ല. ഞാൻ ബിബിയുടെ ഭയങ്കര ഫേവറേറ്റ്. ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം മന്തി കഴിക്കൂലേ? അങ്ങനെയൊക്കെ കഴിക്കലില്ലേ ജിമ്മിന് പോയിരുന്നപ്പോ? റൈസ് കഴിക്കും, മയണൈസ് കൂട്ടാണ്ട് കഴിക്കും. വർക്കൗട്ടും ഇല്ല, ഒന്നുമില്ല. പീക്കാണ്. തന്തയായാലും വർക്കൗട്ട് കൂടെ ചെയ്യാ, എന്നിട്ട് ആൾക്കാര് ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് നടക്കും. അതിപ്പോ വർക്ക് കോഴിക്കോടും എറണാകുളം കാരണം ഒരു സ്ഥലത്ത് സ്റ്റേബിൾ അല്ല. പിന്നെ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. ഞാൻ നല്ല എൻകറേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോണില്ല. ഇതില് ഗ്രേവി കൂടിയിടോ? ഗ്രേവി കുറച്ച് കളഞ്ഞോ, ഒരു ചിക്കൻ കറി പോലെ. മന്തി സെറ്റായി. മതിമുളക് ഇങ്ങനെ കുത്തി കുത്തി വെക്ക്. ഇങ്ങനെ കുത്തി വെക്കില്ലേ? ഒന്നും അറിയില്ല. ഇങ്ങനെ കുത്തി വെക്കില്ലേ? അങ്ങനെ വെച്ചിരുന്നേ. അവർക്ക് ബോധില്ലാണ്ട് വെക്കുന്നത്. ഗൈസ്, ഇത് ഹൽബനുള്ള ഫുഡാണ്. ബ്രെഡും മുട്ടയും ചീസും ഗീയും. ഹലബില്ലുവിനുള്ള ചീസും മുട്ടയും ബ്രെഡും. ചീസും മുട്ടയും ബ്രെഡും. രസണ്ട്. അമ്പോ രസണ്ട്, രസണ്ട്. അയ്യോ വേഗം കൊടുക്ക്, വേഗം കൊടുക്ക്. അല്ല മോൾക്ക് വേഗം കൊടുക്ക്, വേഗം കൊടുക്ക് കുട്ടിക്ക്. അല്ല കുട്ടിക്ക് വേഗം കൊടുക്ക്. ഗുഗേളാട്ടാ. മന്തി, കുക്കർ മന്തി പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. കുക്കർ മന്തി റെഡിയേ. എന്റെ മോളെ സെറ്റ് സെറ്റ് എല്ലാം സെറ്റ് പറയല്ല. മന്തി റെഡി. മന്തി മന്തി ഇങ്ങനെ വിജയകരമായി ഞങ്ങൾ മുന്നേറുകയാണ്. ഇനി കഴിച്ചു നോക്കട്ടെ കേട്ടാ. കഴിഞ്ഞ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞേ, വാഷിംഗ് മാത്രമേ ഉള്ളൂ. സാധനം സെറ്റിനൊന്നും പറയല്ല, നമ്മളെ പോലെ തന്നെ അടിപൊളി. എന്ത് എന്ത് ആര് അത് പറയും? നമ്മ പറഞ്ഞ കാര്യമല്ല, ബാക്കിയുള്ളവര് പറയണ്ട. ഫുഡ് തുറക്കാൻ പോണീനു. മന്തി 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 അതല്ല ഞാൻ കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടായി. സെറ്റാണ്, അടിപൊളി മന്തിയാണ്. എല്ലാരും ട്രൈ ചെയ്യണേ. അത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു കുക്കിംഗ് ബ്ലോഗ് പോലല്ല, ഞങ്ങളുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിട്ട്. ഇനി എന്തെങ്കിലും ഇതിന്റെ റെസിപ്പി കൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, റീൽ അയച്ചാൽ അതിന്റെ. കാര്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കണ്ട്. ചിക്കനും അതെ സാറ്റിസ്ഫൈഡ് ആയി. കൊള്ളാലോ. ഇത് ശരിക്ക് നല്ല ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ? ഈസി ആണ് കേട്ടോ. ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണ കാരണം 1 മണിക്കൂറായി, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ വേണ്ട. അതെ അടിപൊളി. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, അപ്പൊ ഞങ്ങളെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞു. എവിടെ അൽബലു? ഇവിടെ അൽബലു അൽബലു. അയ്യോ മുടി പിടിച്ചു. അപ്പൊ ഞങ്ങളെ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ബൈ ബൈ തരട്ടാ ഗൈസ്. അപ്പൊ ഞാൻ മന്തി കഴിച്ചു മത്തായി ഉറങ്ങി കഴിഞ്ഞ എണീറ്റ്. നീനും ഹലമോളും എണീറ്റിട്ടില്ല. ഞാൻ എണീറ്റ്. ഇവിടെ സമയം 6 മണി ആവണുള്ളൂ, 5:45. പക്ഷെ ഭയങ്കര ഇരുട്ടാണ്, നല്ല മഴയാണ്. ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരാം. ഉണ്ടാക്കട്ടെ. ഉറങ്ങിയിട്ട് നല്ല മത്തായിട്ടാ. ഇതൊക്കെ കിളി പോയ പോലെ ഉണ്ട്. നീനു നല്ല ഉറക്കണല്ലോ. നീനു മഹാറാണി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. രാജസദസ്സിലേക്ക് സ്വാഗതം. മുടിയൊക്കെ ഏത് മാതിരി? എൻ്റെ കണ്ണൊക്കെ ഒന്നും കുടിക്കാറില്ല, ചായ കുടിക്കാറില്ല. ബൂസ്റ്റേ കുടിക്കൂ, അല്ലെങ്കിൽ ഹോർലിക്സേ കുടിക്കൂ. അത് പൊതിനടല. അതാ മധുരം ഇട്ടിട്ടുണ്ട് കുറവാണ്. നമുക്ക് ഇപ്പൊ ഉണ്ണിട്ട് വേണേ പുറത്ത് പോന്ന. അപ്പൊ ഓക്കെ, കുറച്ചു നേരം നാച്ചുറൽ പുറത്ത് പോയിരിക്കുക. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. രാത്രി എന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് മൊത്തമായി കിടന്നുറങ്ങിയപ്പോ ഇപ്പൊ ഒരു 7 മണി. മധുരം കഴിക്കണം. ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല. ഞാൻ അങ്ങനെയല്ല, വെറുതെ എന്തോ ഇങ്ങനെ കിടന്നിട്ട് എനിക്കിപ്പോ മധുരം കഴിക്കാൻ തോന്നി. ബേബി അപ്പൊ ചായ കുടിക്കായിരുന്നു അല്ലേ? നല്ല മഴ പുറത്ത്. സാധനങ്ങള് വാങ്ങാൻ പോണേ നടി. അൽബൂന് സാധനങ്ങള് വാങ്ങാൻ പോണ. അൽബൂന് വൈമാള് വാങ്ങാൻ പോണ. വൈമാള് അൽബൂന്. നിങ്ങൾക്കാണ് ചേച്ചാ, നിങ്ങൾക്ക് തേടില്ല. നോക്കാണ് പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നു. എൻ്റെ മോൻ്റെ പൈസ പൊട്ടിക്കട്ടെ. മാഡ് ആംഗിൾസ് ഇല്ല ഇവിടെ. എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര ചളി? ചീറ്റോസ് തോന്നുന്നു, മാഡ് ആംഗിൾസ് തോന്നുന്നു. എന്നിട്ട് ലാസ്റ്റ് ലേസ് മാത്രം എടുത്ത് തോന്നുന്നു. മതിയാ? അപ്പൊ ഞങ്ങളിത് ഇതെന്താ മൗസിയുടെ എന്തൊരു അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട് 2 എണ്ണം. ഇത് മേടിക്കാൻ സത്യം പറഞ്ഞാൽ വന്നത്. വാങ്ങിയത് വേറെ എന്തെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങി. അത് ആവശ്യമില്ലാത്തൊന്നുമില്ല, അല്ല ആവശ്യമുള്ള തന്നെ. ഗൈസ്, പൈസ എല്ലാം തീർന്നു ഗൈസ്. പൈസ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. നീനും ഹലബോളും കളിക്കാൻ സാധനങ്ങൾ. അപ്പൊ അലബൂന് ഇവിടെ ഇരിക്കണം. ബാക്കിലേക്ക് പോയവര്. അപ്പൊ അങ്ങനെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി വീട്ടിലേക്ക് പോകുന്നു, ബാക്കി അവിടെ തിരി കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. ഞങ്ങളുടെ ഹൽബോടെ TV കണ്ടോണ്ടിരിക്കുക, ഫുഡ് കഴിക്കാൻ മടിയായിട്ട് അങ്ങനെ പോവാണ്. നമ്മുടെ സാധനങ്ങള് ബീബി അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. സായ കോഴിക്കോടൻ ചായ അല്ലേ? പൊടിച്ചായ. അപ്പൊ ഞങ്ങളത് ടൈം എത്ര മണി? 11. നാളെ അവനെ അല്ലേ? അപ്പൊ ഉറക്കി അങ്ങനെ ഇങ്ങനെ ഒരു ഫീലിങ്ങുകളാണ്. ഞങ്ങള് നീനു എന്നിട്ട് 187
172 days എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ വേഷം മൂവി ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അത് കാണാന്ന് വെച്ചിട്ടുണ്ട്. പിന്നെന്താ വന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എടുത്തിട്ടോ എടുക്ക് പ്ലീസ്. എടുത്തിട്ട് വേണോ? സാധനം എടുത്തിട്ട് വരാം. എന്താണ് എടുക്കണ്ടത്? അവിൽ മിൽക്ക്. അവിൽ മിൽക്ക് മാത്രം മതിയോ? ലേസ് എടുത്തോ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഡിന്നർ ഇതിൽ ഒതുക്കാണ്. അതെ. എന്താ എന്താ? അവിൽ മിൽക്ക്. അവിൽ മിൽക്ക് പറ്റണില്ല. പിന്നെന്താ? അപ്പൊ ഇതോടുകൂടെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സമാപിക്കാണ്. അതെ. ഇങ്ങനെയാണ് മൂവി കാണണ്ടെന്നിട്ട്. മൂവി ഡൗൺലോഡ് ആവണില്ല, കാണുന്നുണ്ട് അല്ലേ? കാണാം. ഞാൻ റെഡിയാണ്. ഞാനും റെഡി. സാധനം സീൻ തന്നെ. പിന്നെ സ്പൂൺ എടുത്താ? സ്പൂണല്ല, സെറ്റാ. പിന്നെ എന്താ പറയാ, പിന്നെ ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വ്ളോഗ് പ്രതീക്ഷിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇത് വരി പൊങ്ങി വരും. ഇടയ്ക്ക് വരല്ലോ വ്ളോഗൊക്കെ. അതെ. റീലൊക്കെ ഞാൻ ഷോർട്സ് ഞങ്ങൾ മാക്സിമം നോക്കണ. ആഴ്ചയിൽ ഓരോന്നെങ്കിലും നോക്കുന്നുണ്ട്. ഇതൊരെണ്ണം അങ്ങോട്ട് ഇട്ടാ പോരെ, 2 പാക്കറ്റ് ഇല്ലേ? ഷെയറിങ് ചെയ്തതാ എന്റെ മോനെ. അയ്യോ ഇതൊരു സ്നേഹ നോക്ക്. വലിയ സ്നേഹം ഇല്ലല്ലെങ്കിൽ എന്റെ മോനെ എത്ര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അതൊന്നും പറയില്ല. ഇപ്പേ ഭയങ്കര നാളങ്ങനെയൊക്കെ പറയാന്. പറയാ തന്ത വൈബ. ഇനിയിപ്പൊ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ നേരത്തെ എത്ര ഇഷ്ടമുണ്ട് ചോദിച്ചപ്പോ നോക്കട്ടെ കഴിക്കാൻ പോണ ദിവസം എനിക്ക് നല്ല വിശപ്പ്. അപ്പൊ കഴിക്കി. എനിക്ക് തരാ കപ്പലിൽ വിട്ടു. അപ്പൊ കപ്പലിന് താഴത്തേക്ക് ഇടണോട്. സ്വഭാവം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യടോ. എന്റെ സ്നേഹമുണ്ട്, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് തോന്നിണ്ട്. കളഞ്ഞ് കുറച്ച് സ്നേഹം കുറച്ച് പേര് വേറെ ചോദിക്കുന്ന അടിയില്ല അവർക്ക് കൊടുത്ത അല്ല ഗൈസ്. അപ്പൊ അങ്ങനെ അപ്പോ സമയം 12 മണിക്കാണ് ഞങ്ങള് ഗുഡ് മോർണിംഗ് ഡിന്നർ കഴിക്കുന്നത്. ഞങ്ങള് ഡിന്നർ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അങ്ങനെ ഇടയ്ക്കൊക്കെ വരും. പക്ഷെ എല്ലാരും സപ്പോർട്ട് ഇതേപോലെ തന്നെ ഉണ്ടാവണല്ലേ. ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ കാര്യങ്ങൾ അല്ലേ? മോനെ അതെ. അപ്പൊ ബൈ. ഒരാൾക്ക് തീരെ പേടിയില്ല. എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുക. അവൾക്ക് അങ്ങനെയല്ല, ഞങ്ങള് ഇവിടെ ഒറ്റക്ക് അങ്ങനെ നിന്നിട്ടില്ല. ചെറുനാളത്തൊക്കെ ഒറ്റക്ക് നിന്നിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിലായിട്ട് ഒറ്റക്ക് നിന്നിട്ടില്ല. അതല്ല ഞാൻ പേടിപ്പിക്കാണ്ട് അപ്പൊ എന്നോട് പറയാ പേടിപ്പിക്കാൻ പറഞ്ഞിട്ട് പേടിപ്പിക്കുമ്പോ പേടിയാവില്ല. എന്നിട്ട് ഇവിടെ ഞാൻ 2 എക്സ്പ്രഷൻ ഇട്ടപ്പോ ഒരാള് കരയാനായി. അങ്ങനെയില്ല. അപ്പൊ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുക. വേറെ ആരും ഇല്ല, ഞങ്ങൾ 2 പേര് മാത്രം. ഇതാണെങ്കിൽ തന്നെ ഇവിടെ ആണെങ്കിൽ മുന്നേ പറയാത്ത സംഭവങ്ങൾ ഇവിടെ നടന്നുണ്ട് വീട്ടില്. രാത്രി നീ മേലെ രാത്രി അടിയിൽ കിടക്കുന്ന ഈ ദിവസം അടിയിൽ കിടക്കുക. അപ്പൊ മേലെ ഒരാൾ നടക്കണ പോലെ സൗണ്ട് കേൾക്കാം. ഇത് എന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടൊക്കെ എന്നെ ഇങ്ങനെ പേടിപ്പിക്ക. ഞാൻ അതുകൊണ്ട് അവിൽ മിൽക്ക് തീർക്കാണ്ടിരിക്കും. വേണ്ട, കണ്ണാടി ചിലപ്പോ എന്നെ കാണൂല്ലാതായിരിക്കും. ഞാനാണ് ഇതിന്റെ പ്രേതം.
അവസ്ഥ എന്റെ അപ്പൊ എല്ലാം പറഞ്ഞു പോലെ പേടിച്ചില്ലേ ഏറ്റില്ലേ guys? ഏറ്റില്ലാന്നാ കരയിപ്പിച്ച് കാണണോ അയ്യേ